എടുത്തു. ദാതാനും അബിറാമും അവരുടെ അനുയായികളും കൊറഫിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് എഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യാവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. ഫിനെഹാസ്. ഏലിയാസിന്റെ പുത്രനായ ഫിനെഹാസ് ആണ് മഹത്വത്തിന്റെ 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോൾ അവൻ ഉറച്ചുനിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവന് തന്റെ സന്തതികൾക്കും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാ ഗോത്രജനായ ജെസയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടരാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ എഹ്റോന്റെ പിന്തുടരാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിനും കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിർത്തുകയും ചെയ്യട്ടെ. പ്രഭാഷകൻ 45-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. 1-ാം ചോദ്യം. ഭാഗ്യസ്മരണനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത് ആരുടെ സന്തതികളിൽ നിന്നാണ്? ഉത്തരം യാക്കോബിന്റെ. 2-ാം ചോദ്യം. ദൈവദൂതന്മാർക്ക് സമാനാക്കി അവിടുന്ന് ആരെയാണ് മഹത്വത്തിൽ ശക്തനാക്കിയത്? ഉത്തരം മോശ. 3-ാം ചോദ്യം. കർത്താവ് അത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവന് എന്താണ് സംഭവിച്ചത്? ഉത്തരം നശിച്ചുപോയി. 4-ാം ചോദ്യം. അഹറോന്റെ ഓഹരിയും അവകാശവും എന്തായിരുന്നു? ഉത്തരം കർത്താവ്. 5-ാം ചോദ്യം. എഹ്റോന്റെ സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ എന്താണ് കൊത്തിയിരുന്നത്? ഉത്തരം വിശുദ്ധി. 6-ാം ചോദ്യം. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അഹറോന്റെ എന്തു ബലിയാണ് പരിപൂർണമായി ദഹിക്കപ്പെടുന്നത്? ഉത്തരം ഹോമബലി. 7-ാം ചോദ്യം. ഫിനെഹാസിന്റെ മഹത്വത്തിന്റെ എത്രാം സ്ഥാനമായിരുന്നു? ഉത്തരം 3. 8-ാം ചോദ്യം. ശത്രുക്കൾക്ക് ഭയാകാരണമാകാത്ത വിധം മോശയെ അവിടുന്ന് എന്തു ചെയ്തു? ഉത്തരം ശക്തനാക്കി. 9-ാം ചോദ്യം. ദാതാനും അബിറാവും അവരുടെ അനുയായികളും കോരത്തിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാകാന്തരായി ആർക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത്? ഉത്തരം ദാവീദിന്. 10-ാം ചോദ്യം. മോശ അവനെ അഭിഷേകം ചെയ്തത് എന്തുകൊണ്ട്? ഉത്തരം വിശുദ്ധ തൈലം കൊണ്ട്.